പേർക്കും ഇഷാന ഡിസൈൻസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ഞാൻ ഒരു നൈറ്റിയോട് സ്റ്റിച്ചിങ് വീഡിയോയാണ് കാണിക്കാൻ പോകുന്നത്. ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ കട്ടിങ് വീഡിയോ വേണമെന്നുള്ളവർ എൻ്റെ ചാനലിൽ കയറി ഒന്ന് നോക്കിയാൽ മതി. ഇത് ഞാനിപ്പോൾ അടുത്ത സ്റ്റിച്ചിങ് വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഇത് യോക്ക് ഭാഗവും സ്കേർട്ട് ഭാഗവുമായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കട്ടിങ് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ടിലോട്ടാണ് പോകുന്നത്. ഇത് നമുക്ക് ഫ്രണ്ട് നെക്കാണ്. ഇത് ബാക്ക് നെക്ക്. ഇത് ബാക്കും ഇത് ഫ്രണ്ടുമാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന് കാണാം. അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ചധികം ക്രോസ് പീസുകൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ക്രോസ് പീസുകൾ നമ്മൾ ജോയിൻ ചെയ്തെടുക്കണം. ക്രോസ് പീസ് ജോയിൻ ചെയ്യാൻ അറിയാമല്ലോ, കോണുകൾ തമ്മിൽ വേണം വയ്ക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചാലും മതി. ഇങ്ങനെ കോണായിട്ട് വെച്ചിട്ട് ഒരു കോൺ ഇങ്ങോട്ടിരിക്കണം, ഒരു കോണ് അങ്ങോട്ടിരിക്കണം. ഇങ്ങനെ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇങ്ങനെ കോണോട് കോണുകൾ. ഇത് ഒരു കോണ് ഇങ്ങോട്ടേക്കിരിക്കും, ഒരെണ്ണം ഇങ്ങോട്ടേക്ക്. ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെയാണ് വയ്ക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വെച്ചാലും മതിയാവും, ഇങ്ങനെ വെച്ചാലും മതി, ഇതുപോലെ കോണായിട്ട് വെച്ചാലും മതി. എന്നിട്ട് ഇതിങ്ങനെ ഇവിടെ സ്റ്റിച്ച് ചെയ്യുക. ഇതിങ്ങനെ എല്ലാം ജോയിൻ ചെയ്തെടുക്കണം. ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം ഈ നമ്മളെ യോക്ക് ഭാഗത്തിൻ്റെ നല്ല വശവും നമ്മുടെ ഈ ക്രോസ് പീസിന് നല്ല വശവും തമ്മിൽ 1/4 ഇഞ്ച് വീതിയിൽ ചുറ്റും സ്റ്റിച്ച് ചെയ്യണം. 2 ഡബിൾ സ്റ്റിച്ച് ചെയ്യണം. അപ്പം ഞാൻ ഇത് ക്രോസ് പീസ് ജോയിൻ ചെയ്ത് ഇതിൻ്റെ നെക്കിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ? ഞാൻ ആ ക്രോസ് പീസിനെ 2ആയിട്ട് മടക്കിയിട്ടാണ് ഇതിൽ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. കണ്ടോ? നല്ല വശത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് തയ്യൽ തുമ്പ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കൂടി പതിച്ചടിക്കണം. തയ്യൽ തുമ്പ് ഈ ക്രോസ് പീസിലായിരുന്നു. എന്നിട്ട് പതിച്ചടിക്കുക. പതിച്ചടിച്ചതിന് ശേഷം ഇതകത്തോട്ടാക്കി വെച്ച് അപ്പോൾ ഇങ്ങനെ വരും, ഇതേപോലെ വരും. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുക. അപ്പം നെക്ക് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഞാൻ അത് ചെയ്തതിന് ശേഷം കാണിക്കാം. സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, ഇവിടെയും പതിച്ചടിച്ചിട്ടുണ്ട്, മുകളിലൊരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ചീത്ത വശം എടുക്കണം. ചീത്ത വശം എടുത്തതിന് ശേഷം ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇവിടെയും കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കണം. ഇതെന്തിനാണ്? ഇത് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെങ്ങനെ ചെയ്യുന്നത് കേട്ടോ. എങ്കിലും ഇത് നല്ല പതിഞ്ഞിരിക്കത്തുള്ളൂ. ഇവിടെയും കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കണം. നമ്മൾ ഇവിടെ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ നല്ല ചീത്ത വശം വെച്ചിട്ട് ഇവിടെ കൂടി ഇതിൽ കൂടി ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കണം. അപ്പം നെക്ക് ഫിനിഷ് ആവും. ഇതുപോലെ നമ്മൾ മറ്റേ യോക്കും ബാക്ക് ഭാഗവും കൂടി ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കണം. അത് രണ്ടും കൂടി കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ഞാൻ കാണിക്കും. ഞാൻ നെക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം ഷോൾഡറും ജോയിൻ ചെയ്തിട്ടുണ്ട്. കണ്ടോ? ഇനി നമുക്കിത് ഈ ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് നമ്മൾ ബാക്കിലോട്ട്, ഇതാണ് ബാക്കിലോട്ട് ചേർത്ത് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കണം. അതുപോലെ ഇവിടെയും ഒരു സ്റ്റിച്ച് കൊടുക്കണം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ സ്കേർട്ട് ഭാഗമായിട്ട് ജോയിൻ ചെയ്യുകയാണ്. ഇതാണ് ഇതിൻ്റെ സ്കേർട്ട് ഭാഗം. കണ്ടു? നമ്മൾ ചരിച്ച് വെട്ടിയ ഭാഗമാണ് ഇത്. കട്ടിങ് വീഡിയോയിൽ ഞാൻ അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഇപ്പം നമുക്കിനി ചെയ്യേണ്ടത് ഇത് 2ആയിട്ട് മടക്കിയതിന് ശേഷം ഈ രണ്ട് കോർണറുകൾ ഒരുപോലെ വയ്ക്കുക കേട്ടോ. ഈ 2 കോർണറുകൾ ഒരുപോലെ വെച്ചിട്ട് നമ്മുടെ യോക്ക് ഭാഗം 2ആയിട്ട് മടക്കുക. ഒരു പാർട്ട് മതി, ഏതെങ്കിലും ഒരു പാർട്ട് 2ആയിട്ട് മടക്കി എടുക്കുക. കണ്ടോ? അതിനുശേഷം ഇവിടെയാണ് ഇത് വരേണ്ടത്. ഇത് നമുക്ക് ഇങ്ങോട്ട് ചേർന്നാലേ ആം ഹോൾ ആവുള്ളൂ. നിങ്ങളിത് ഇവിടെ വയ്ക്കരുത്. ഈ ചരിവ് വരേണ്ടത് ഇവിടെയാണ്. ഇങ്ങനെ വെച്ച് നോക്കുക. ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ കണ്ടോ? ഇവിടെ നിന്ന് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത്രയും ഭാഗം ഫ്രീ ആയിട്ട് കിടപ്പുണ്ട്. ഇവിടെയാണ് നമുക്ക് പ്ലീറ്റ്സ് വരേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് ഒരു കണ്ടു, നമ്മൾ ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് വരുമ്പം ഇത് ഇവിടെ വരണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ യോപ്പം വെച്ച് നോക്കുമ്പോൾ ഇത്രയും ബാക്കി കിടപ്പുണ്ട്. ഇവിടെ പ്ലീറ്റ്സ് വരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ തൊട്ടിടരുത്. ഇവിടെ നിന്ന് കുറച്ച് കൂടെ ഇങ്ങോട്ട് കയറ്റി ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യണം. എന്നിട്ട് നമ്മൾ നിവർത്തി വെച്ചതിന് ശേഷം
കണ്ടോ, നമ്മൾ മാർക്ക് ചെയ്ത് ഇവിടെ ഉണ്ട്. ഇതാണ് മാർക്കിങ്, ഇത് മാർക്കിങ്. തിരിച്ച് ഇവിടെ നിന്ന് ഇതുവരെ നമ്മൾ പ്ലീറ്റ്സ് ഇടണം. ഈ ഇവിടെ മാർക്ക് ചെയ്ത് ഇവിടെ മുതൽ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അതുവരെ പ്ലീറ്റ്സ് ഇടുക. അതിനുശേഷം നമ്മൾ യോക്ക് ഭാഗം അങ്ങനെ വച്ച് നോക്കണം. പ്ലീറ്റ്സ് എല്ലാം വന്നതിന് ശേഷം ഇത് ഇവിടെ തന്നെ വരണം. ഈ ഭാഗം ഇവിടെ തന്നെ, ഈ ചരിവിൻ്റെ അവിടെ തന്നെ വരണം. അതുപോലെ ഇതും ഈ ചരിവിൻ്റെ അവിടെ വരണം. അതുവരെ നമ്മൾ പ്ലീറ്റ്സ് ഇട്ടിടണം. അപ്പം വച്ച് നോക്കിയിട്ട് യോക്ക് ഭാഗം കൂടുതലാണെങ്കിൽ പ്ലീറ്റ്സ് കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക. യോക്ക് ഭാഗം കുറവാണെങ്കിൽ പ്ലീറ്റ്സ് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിനെ പ്ലീറ്റ്സ് എടുത്തതിന് ശേഷം കാണിച്ചു തരാം. ഇതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിലും ചെയ്യണം കേട്ടോ. ഫ്രണ്ടിലും ബാക്കിലും ഇതുപോലെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ രണ്ട് ഭാഗത്തും രണ്ട് സ്കേർട്ടിലും ഞാൻ പ്ലീറ്റ് ഇട്ടതിന് ശേഷം കാണിച്ചു തരാം. മറു സൈഡിൽ നമ്മൾ ഇതുപോലെ മറ്റേ സ്കേർട്ട് ഭാഗം എടുത്ത് വെച്ചിട്ട് ഇതുപോലെ യോക്ക് ഭാഗം വെച്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ പ്ലീറ്റ്സ് ഇടാനുള്ള മാർക്ക് ചെയ്തിട്ട് ഇതേ രീതിയിൽ പ്ലീറ്റ്സ് ഇടുക. ഇത് ചെയ്യുമ്പോൾ തന്നെയാണ് മറ്റേ ഭാഗവും ചെയ്യുന്നത്. അപ്പോൾ രണ്ടും കൂടി പ്ലീറ്റ്സ് ഇട്ടതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. പ്ലീറ്റ്സ് എടുത്തിട്ടുണ്ട് കണ്ടോ. സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്ത് വരെയാണ് പ്ലീറ്റ്സ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് യോക്ക് ഭാഗം എടുക്കാം. അപ്പം യോക്ക് ഭാഗം എടുത്തിട്ട് ഇങ്ങനെ നല്ല വശവും തമ്മിൽ ചേർത്ത് വെച്ച് നോക്കണം. പിന്നെ ഒരു സൈഡ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ സെൻറ്ററും കൂടി നമ്മൾ മാർക്ക് ചെയ്യണം. ഇങ്ങനെ വച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ നല്ല വശവും കൂടെ തമ്മിൽ ഇങ്ങനെ ചേർത്ത് വയ്ക്കണം. ഇതിൻ്റെ സെൻറ്ററും ഈ യോക്ക് പാർട്ടിൻ്റെ സെൻറ്ററും കൂടി തമ്മിൽ ഇങ്ങനെ വച്ച് നോക്കണം. ഇനി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. അതുപോലെ നമ്മൾ ഇങ്ങോട്ടേക്ക് നോക്കണം. എനിക്കൊരു ശാഖലിന് വ്യത്യാസം വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഈ യോക്ക് ഭാഗം കുറവാണ്, അപ്പം അതായത് സ്കേർട്ട് ഭാഗം കൂടുതൽ. അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ ഒരു പ്ലീറ്റ്സും കൂടി ചെറുതായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് കണക്കാവും. ഇങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. പക്ഷേ ഇവിടെ കുറവായിരുന്നു, യോക്ക് ഭാഗമാണ് നീണ്ടു നിന്നിരുന്നെങ്കിൽ എന്ത് ചെയ്യത്തേനെ, കൂടുതൽ നിന്നിരുന്നെങ്കിൽ നമ്മൾ പ്ലീറ്റ്സ് ഒന്നോ രണ്ടോ അഴിച്ചു കൊടുക്കണം കേട്ടോ. അങ്ങനെ വേണം വെച്ച് നോക്കാൻ. എന്നിട്ട് എന്ത് ചെയ്യണം, ഇതിൻ്റെ നല്ല വശവും ഇതിൻ്റെ യോക്ക് ഭാഗത്തിൻ്റെ നല്ല വശവും സെൻറ്ററും ഇതിൻ്റെ സെൻറ്ററും കൂടെ തമ്മിൽ ചേർത്ത് വെച്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അടിക്കുക, തിരിച്ച് അവിടെ നിന്ന് തിരിച്ചു വരിക. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അടിക്കുക, അവിടെ തിരിച്ച് വന്ന് സെൻറ്ററിൽ കെട്ടിട്ട് നിർത്തുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, അപ്പം ഞാൻ ഒരു സൈഡ് ജോയിൻ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ബാക്ക് ഭാഗം ഇതുപോലെ ജോയിൻ ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ വരും. ഞാൻ ഒരു ഭാഗം നേരത്തെ ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്നിട്ട് ഇതുപോലെ വരപ്പോൾ നമ്മുടെ ഈ തയ്യൽ തുമ്പിൽ അത് യോക്ക് ഭാഗത്തിലോട്ട് ചേർത്ത് വെച്ചിട്ട് മുകളിൽ കൂടി ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുക്കണം. ഇതിലേ കൂടെ മനസ്സിലായല്ലോ. തയ്യൽ തുമ്പ് യോക്ക് ഭാഗത്തോട് മുകളിലോട്ട് വയ്ക്കണം. ഈ പ്ലീറ്റ്സിൽ വരരുത് തയ്യൽ. യോക്ക് ഭാഗത്ത് വേണം തയ്യൽ വരേണ്ടത്. തയ്യൽ തുമ്പ് യോക്ക് ഭാഗത്ത് ചേർന്ന് നിൽക്കണം. ഇതുപോലെ വരും. നമ്മൾ ഞാൻ മറ്റേ സൈഡ് കാണിച്ചില്ല, അത് ഇതുപോലെ വരും. ഇതേ രീതിയിൽ വേണം ഇതും ചെയ്തെടുക്കാൻ. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പം കാണിച്ചു തന്നില്ല, അതുപോലെ ചെയ്തെടുത്തതാണ് ഇത്. അപ്പോൾ ഈ ഭാഗവും കൂടി ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഈ ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെയാണ് മുകളിൽ പതിച്ചടിച്ചിട്ടുണ്ട്. തയ്യൽ തുമ്പ് യോക്ക് ഭാഗത്തിലോട്ട് ചേർത്ത് വെച്ചിട്ട് ഈ രണ്ട് പാർട്ടും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. രണ്ടും ഒരുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി നമുക്ക് സ്ലീവാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഒരു സൈഡിൽ സ്ലീവ് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. നമുക്ക് നല്ല വശം ഇങ്ങനെ ഇട്ടിട്ട് സ്ലീവ് എടുക്കുക. സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്കിനി ഇതിൻ്റെ നല്ല വശവും തമ്മിൽ ചേർത്ത് വയ്ക്കാം. ഇതാണ് സെൻറ്റർ ഭാഗം. ബോഡി പാർട്ടിൻ്റെ നല്ല വശവും സ്ലീവിൻ്റെ നല്ല വശവും കൂടി തമ്മിൽ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യുക, തിരിച്ച് വരിക, വീണ്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യുക, വീണ്ടും തിരിച്ച് വന്നിട്ട് ഇവിടെ കെട്ടിട്ട് നിർത്തുക. എന്നതിന് ശേഷം ഇതിങ്ങനെ മറിച്ചിടണം. മറിച്ചിടുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഞാൻ ഒരു സ്ലീവ് ജോയിൻ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ കിട്ടും കണ്ടോ. ഇതുപോലെ അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഈ തയ്യൽ തുമ്പ് ഈ യോക്ക് ഭാഗത്ത് പിന്നെ സ്ലീവിലോട്ട് ചേർത്ത് വെച്ചിട്ട് മുകളിലൊന്ന് പതിച്ചടിക്കണം. ഇതൊക്കെ നൈറ്റ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഞാൻ മുമ്പുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതുപോലെ രണ്ട് സ്ലീവും ജോയിൻ ചെയ്യണം. അപ്പം ഞാൻ ഒരു സ്ലീവ് ജോയിൻ ചെയ്തിട്ടുണ്ട്, മറു സൈഡും കൂടി ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്തതിന് ശേഷം
നമ്മൾ സൈഡ് കൂട്ടിയാൽ മതി. ഞാനിവിടെ തേര് വശം ആയതുകൊണ്ട് മടക്കി അടിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ലീവ് മടക്കി അടിക്കാം. എന്നിട്ട് ഇവിടെ ഞാനിപ്പോൾ 6.5 ഇഞ്ചാണ് എടുക്കുന്നത്. എന്നിട്ട് 1 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ ചെസ്റ്റിൻ്റെ അവിടെ നമുക്ക് 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടാൽ മതി, അല്ലെങ്കിൽ 1.5 ഇഞ്ച്. നമ്മൾ എത്രയാണ് തയ്യൽ തുമ്പ് ഇട്ടത് അത് വിട്ടിട്ട് ചെയ്താൽ മതി. അളക്കേണ്ട ആവശ്യമില്ല, കാരണം പ്ലീറ്റ് നൈറ്റി ആയതുകൊണ്ട് ലൂസായിട്ട് തന്നെ കിടക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ സ്ലീവ് മാത്രം അളന്നിട്ട് 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഇടുക. എത്രയാണോ നമ്മൾ 2 ഇഞ്ചാണ് നിങ്ങൾ തയ്യൽ തുമ്പ് ഇട്ടെങ്കിൽ 2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഇവിടെയും ചെസ്റ്റിൻ്റെ അവിടെയും ഇവിടെ നിന്ന് 2 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച്, നിങ്ങൾ 1.5 ഇട്ടതെങ്കിൽ 1.5 തയ്യൽ തുമ്പ് ഇട്ടിട്ട് സൈഡും സ്റ്റിച്ച് ഇടുക. ഈ സൈഡും അതുപോലെ ചെയ്യുക. ഡബിൾ സ്റ്റിച്ച് ഇടണം കേട്ടോ. അതിനുശേഷം താഴ്ഭാഗം നമുക്ക് എത്രയാണ് ലെങ്ത്, ഞാൻ ലെങ്ത് കട്ട് ചെയ്ത സമയത്ത് അളന്നിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ ഫുൾ ലെങ്ത് ഇടാം. കസ്റ്റമറിന് കൊടുക്കാനാണെങ്കിൽ റെഡിമെയ്ഡായിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അല്ലെങ്കിൽ കസ്റ്റമർക്ക് വേണ്ട അളവ് എത്രയാണോ എന്ന് അളന്നിട്ട് അതിൽ താഴ്ഭാഗം 1 ഇഞ്ച് നമ്മൾ വിടണം. എത്രയാണോ നമുക്ക് വേണ്ടത് അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടിടണം. കാരണം എന്തിനാണ്, നമുക്ക് ആദ്യം ഒരു മടക്ക് മടക്കണം, പിന്നെ ഒരു മടക്ക് മടക്കണം, 2 മടക്ക് മടക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം 2 മടക്ക് മടക്കിയതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഫുള്ള് വേണമെങ്കിൽ ഫുൾ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് 52 വേണമെങ്കിൽ 53 എടുക്കുക. 3 വെച്ച് കട്ട് ചെയ്തിട്ട് താഴ്ഭാഗം മടക്കി അടിച്ചാൽ മതി. അപ്പോൾ ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ നൈറ്റിയുടെ ഫൈനൽ ലുക്ക്. ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടു, ഇത് അയൺ ചെയ്ത കുറച്ചുകൂടെ നന്നായിരിക്കും. സിമ്പിൾ മെത്തേഡാണ്. അപ്പോൾ തുടക്കക്കാർക്കൊക്കെ ഈസിയായിട്ട് തയ്ക്കാൻ പറ്റുന്നൊരു മോഡലാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.